ഓം ശാന്തി. 20/3/26 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, പുണ്യ ആത്മാവ് ആകണമെങ്കിൽ ഒരു ബാബയെ ഓർമ്മിക്കൂ. ഓർമ്മയിലൂടെ മാത്രമേ മാലിന്യം മാറുകയുള്ളൂ, ആത്മാവ് പാവനം ആവുകയുള്ളൂ. ചോദ്യം: ഏതൊരു സ്മൃതി ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു കാര്യത്തിലും കുഴുങ്ങിപ്പോവുകയില്ല. ഉത്തരം: ഡ്രാമയുടെ. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും തയ്യാറാകുവാനായി ഇല്ല. ഈ അനാദിയായ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഒരു കാര്യത്തിലും കുഴങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. ചില കുട്ടികൾ പറയുന്നു, ഇത് നമ്മുടെ 84ാമത്തെ ജന്മമാണോ അല്ലയോ എന്നറിയില്ല, കുഴങ്ങിപ്പോകുന്നു. ബാബ പറയുന്നു, കുഴങ്ങിപ്പോകാതിരിക്കൂ. മനുഷ്യനിൽ നിന്നും ദേവതയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ഓം ശാന്തി. കുട്ടികൾക്ക് ഓം ശാന്തിയുടെ അർത്ഥമറിയാം. ഞാൻ ആത്മാവാണ്. ആത്മാവായ എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ഞാൻ ആത്മാവ് ശാന്തസ്വരൂപമാണ്. ശാന്തിധാമത്തിൽ വസിക്കുന്നവനാണ്. ഈ ലെസൺ ഉറപ്പിച്ചുകൊണ്ടിരിക്കൂ. ഇത് ആരാണ് മനസ്സിലാക്കിച്ചു തരുന്നത്? ശിവബാബ. ഓർമ്മിക്കേണ്ടതും ശിവബാബയെയാണ്. ആ ഒന്നിന് തൻ്റേതായ രഥമില്ല. അതിനാൽ ആ ഒന്നിനോടൊപ്പം കാളയെ കാണിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലും കാളയെ വെച്ചിരിക്കുന്നു. ഇതിനെയാണ് പൂർണ്ണ അജ്ഞാനം എന്ന് പറയുന്നത്. ബാബ കുട്ടികൾക്ക് അഥവാ ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇതാണ് ആത്മാക്കളുടെ പിതാവായ ശിവൻ. ഈ ഒന്നിന് അനേകം നാമങ്ങളുണ്ട്. എന്നാൽ വളരെയധികം നാമങ്ങൾ കാരണം കുഴങ്ങിപ്പോയിരിക്കുന്നു. വാസ്തവത്തിൽ ഈ ഒന്നിൻ്റെ നാമം ശിവൻ എന്നാണ്. ശിവജയന്തിയും ഭാരതത്തിൽ ആഘോഷിക്കപ്പെടുന്നു. ആ ഒന്ന് നിരാകാരനായ ബാബയാണ് വന്ന് പതീതരെ പാവനമാക്കുന്നു. ചിലർ ഭാഗീരഥൻ എന്നും ചിലർ നന്ദിഗണം എന്നും പറഞ്ഞിരിക്കുന്നു. ഞാൻ ഏതൊരു ഭാഗ്യശാലി രഥത്തിലാണ് വരുന്നത് എന്ന് ബാബ തന്നെ പറഞ്ഞു തരുന്നു. ഞാൻ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ബ്രഹ്മാവിലൂടെ ഭാരതത്തെ സ്വർഗമാക്കുന്നു. ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു എന്ന് ഭാരതവാസികളായ നിങ്ങളേവരും അറിയുന്നുണ്ടല്ലോ. ഭാരതവാസി കുട്ടികളായ നിങ്ങളേവരും ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൽ ഉള്ളവരായിരുന്നു. സ്വർഗവാസിയായിരുന്നു. 5000 വർഷം മുമ്പ് എപ്പോഴാണോ ഞാൻ വന്നിരുന്നത്, അപ്പോൾ സർവരെയും സദോ പ്രധാനവും സ്വർഗത്തിൻ്റെ അധികാരിയുമാക്കി മാറ്റിയിരുന്നു. പിന്നെ പുനർജന്മം തീർച്ചയായും എടുക്കേണ്ടി വരുന്നു. ബാബ എത്ര നേരായ രീതിയിൽ പറഞ്ഞു തരുന്നു. ഇപ്പോൾ ജയന്തി ആഘോഷിക്കുന്നു. ഈ 2026 90ാം ശിവജയന്തിയാണ്. ബാബയുടെ ആഗമനം ഉണ്ടായിട്ട് ഇപ്പോൾ 90 വർഷമായി. പിന്നെ അതിനോടൊപ്പം ബ്രഹ്മ വിഷ്ണു ശങ്കരൻ്റെയും ആഗമനമുണ്ട്. ത്രിമൂർത്തി ബ്രഹ്മാവിൻ്റെ ജയന്തി കാണിക്കുന്നില്ല. കാണിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ബാബു പറയുന്നു, ഞാൻ ബ്രഹ്മാവിലൂടെയാണ് വീണ്ടും സ്ഥാപന ചെയ്യുന്നത്. ബ്രാഹ്മണരെ രചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെയും ബ്രാഹ്മണ വംശികളുടെയും ജന്മമുണ്ടായി. പിന്നെ നിങ്ങൾ തന്നെ വിഷ്ണുപുരിയുടെ അധികാരിയാകും എന്ന് കാണിച്ചിട്ടുണ്ട്. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ കലർപ്പ് മാറുന്നത്. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പ്രശസ്തമാണ്. എന്നാൽ അത് ആര് പഠിപ്പിച്ചിരുന്നു? ഇതാരും അറിയുന്നില്ല. സ്വയം പറയുകയാണ്, ഹേ കുട്ടികളെ, നിങ്ങൾ തൻ്റെ പിതാവിനെ ഓർമ്മിക്കൂ. സമ്പത്ത് നിങ്ങൾക്ക് എന്നിൽ നിന്നാണ് ലഭിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പിതാവാണ്. ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ വരുന്നു.
വന്ന് നിങ്ങളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നു. കാരണം നിങ്ങൾ ദേവീ ദേവതയായിരുന്നു. പിന്നെ 84 ജന്മങ്ങൾ എടുത്തെടുത്ത് വന്ന് പതീതമായിരിക്കുന്നു. രാവണന്റെ മതത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈശ്വരീയ മതത്തിലൂടെ നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരിയാകുന്നു. ബാബ പറയുന്നു, ഞാൻ കഴിഞ്ഞ കൽപ്പത്തിലും വന്നിരുന്നു. എന്തെല്ലാം കടന്നുപോയോ അത് കൽപ്പകൽപ്പങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ബാബ വീണ്ടും വന്ന് ഇദ്ദേഹത്തിൽ പ്രവേശിക്കും, ഈ ദാതയെ മോചിപ്പിക്കും. പിന്നെ ഇവർ എല്ലാവരുടെയും പരിപാലന ചെയ്യും. നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെയാണ് സത്യയുഗത്തിൽ ഉണ്ടായിരുന്നത്. ഭാരതവാസികളായ നമുക്ക് തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നത്. ആദ്യം നിങ്ങൾ സർവഗുണ സമ്പന്നവും 16 കലാ സമ്പൂർണവുമായിരുന്നു. യഥാ രാജാ റാണി തഥാ പ്രജ നമ്പർ വാറായി. എല്ലാവർക്കും രാജാവാകുവാൻ സാധിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സത്യയുഗത്തിൽ നിങ്ങൾക്ക് 8 ജന്മം, ത്രേതായിൽ 12 ജന്മം. നമ്മൾ ഈ പാർട്ട് അഭിനയിച്ചു എന്ന് തന്നെ സ്വയം മനസ്സിലാക്കൂ. ആദ്യം സൂര്യവംശി രാജധാനിയിൽ പാർട്ട് അഭിനയിച്ചു, പിന്നെ ചന്ദ്രവംശിയിൽ, പിന്നെ താഴെ ഇറങ്ങി വാമമാർഗത്തിലേക്ക് വന്നു. പിന്നെ നമ്മൾ 63 ജന്മങ്ങളെടുത്തു. ഭാരതവാസികൾ തന്നെയാണ് പൂർണ്ണമായും 84 ജന്മങ്ങളെടുത്തത്. മറ്റൊരു ധർമ്മത്തിലുള്ളവരും ഇത്രയും ജന്മങ്ങൾ എടുക്കുന്നില്ല. ഗുരു നാനക് 500 വർഷമായി. അദ്ദേഹത്തിന് ഏതാണ്ട് 12-14 ജന്മങ്ങളുണ്ടാകും. ഈ കണക്ക് എടുക്കപ്പെടുന്നു. ക്രിസ്ത്യൻസ് 2000 വർഷത്തിനിടയിൽ 60 പുനർജന്മങ്ങൾ എടുത്തിട്ടുണ്ടാകും. വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുനർജന്മം എടുത്തുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയിൽ ഇത് ചിന്തിക്കൂ, നമ്മൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുത്തത്. വീണ്ടും സദോ പ്രധാനം ആകേണ്ടതുണ്ട്. എന്തെല്ലാം കടന്നുപോയോ ഡ്രാമ, എന്താണോ ഡ്രാമയിൽ തയ്യാറാക്കപ്പെട്ടത് അത് വീണ്ടും റിപ്പീറ്റാകും. പരിധിയില്ലാത്ത ഹിസ്റ്ററിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങൾ പുനർജന്മം എടുത്തു വന്നു. ഇപ്പോൾ നിങ്ങൾ 84 ജന്മം പൂർത്തിയാക്കി. ഇപ്പോൾ വീണ്ടും ബാബ ഓർമ്മ വരുത്തുന്നു, നിങ്ങളുടെ വീടാണ് ശാന്തിധാമം. ആത്മാവിൻ്റെ രൂപം എന്താണ്? ബിന്ദു. അവിടെ ബിന്ദുക്കളുടെ ഒരു വൃക്ഷം പോലെയാണ്. ആത്മാക്കളുടെയും നമ്പർ വാറായുള്ള വൃക്ഷമാണ്. നമ്പർ വാറായി താഴേക്ക് വരേണ്ടതുണ്ട്. പരമാത്മാവും ബിന്ദുവാണ്. ഇത്രയും വലിയ ലിംഗമൊന്നുമല്ല. ബാബ പറയുന്നു, നിങ്ങൾ എൻ്റെ കുട്ടികളാകുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. ആദ്യം നിങ്ങൾ എൻ്റേതായി, പിന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ബാബ, നമ്മൾ നിൻ്റേതാണ് എന്ന് പറയുന്നു. അതിനോടൊപ്പം പഠിക്കുകയും വേണം. എൻ്റേതായി നിങ്ങളുടെ പഠനം ആരംഭിക്കുകയും ചെയ്തു. ബാബ പറയുന്നു, ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. കമല പുഷ്പ സമ്മാനം പവിത്രമാകൂ. കുട്ടികൾ വാഗ്ദാനം ചെയ്യുന്നു, ബാബ, നമ്മൾ അങ്ങിൽ നിന്നും സമ്പത്ത് നേടുവാനായി ഒരിക്കലും പതീതമാകില്ല. 63 ജന്മം പതീതമായി. ഇത് 84 ജന്മങ്ങളുടെ കഥയാണ്. ബാബ വന്ന് സഹജമാക്കി പറഞ്ഞു തരുന്നു. ഏതുപോലെ ലൗകിക പിതാവ് പറഞ്ഞു തരുന്നില്ലേ, അതുപോലെ ഇതാണ് പരിധിയില്ലാത്ത പിതാവ്. ആ ഒന്ന് വന്ന് ആത്മാക്കളെ കുട്ടികളെ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. ശിവരാത്രിയും ആഘോഷിക്കുന്നുണ്ടല്ലോ. ഇതാണ് പകുതി കൽപ്പത്തിൻ്റെ പകൽ, പകുതി കൽപ്പത്തിൻ്റെ രാത്രി. ഇപ്പോൾ രാത്രിയുടെ അന്തിമത്തിൻ്റെയും പകലിൻ്റെ ആദിയുടെ സംഗമമാണ്. ഭാരതം സത്യയുഗമായിരുന്നപ്പോൾ പകലായിരുന്നു. സത്യയുഗത്തെയും ത്രേതായെയും ബ്രഹ്മാവിൻ്റെ പകൽ എന്ന് പറയുന്നു. നിങ്ങൾ ബ്രാഹ്മണരാണല്ലോ. ബ്രാഹ്മണരായ നിങ്ങൾക്കറിയാം, നമ്മുടേത് ഇപ്പോൾ രാത്രിയാണ്. തമോ പ്രധാന ഭക്തിയാണ്. വാതിൽക്കൽ തോറും തിക്കും തിരക്കും കൊള്ളുന്നു. സർവരുടെയും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂക്കവലയുടെയും പൂജ ചെയ്യുന്നു. 3 വഴികൾ ചേരുന്ന ഇടത്തും പൂജ ചെയ്യുന്നു. മനുഷ്യന്റെ ശരീരത്തിൻ്റെയും പൂജ ചെയ്യുന്നു. സന്യാസിമാർ സ്വയം ശിവോഹം എന്ന് പറഞ്ഞ് ഇരിക്കുന്നു.
പിന്നെ മാതാക്കൾ പോയി അവരുടെ പൂജ ചെയ്യുന്നു. ബാബ വളരെയധികം അനുഭവിയാണ്. ബ്രഹ്മ ബാബ പറയുന്നു, ഞാനും വളരെയധികം പൂജ ചെയ്തു, പക്ഷേ ആ സമയം ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഫലങ്ങൾ അർപ്പിക്കുമായിരുന്നു, മനുഷ്യന്റെ മേൽ ധാര ഒഴിക്കുമായിരുന്നു. ഇതും ചതിവായില്ലേ? എന്നാൽ ഇതെല്ലാം വീണ്ടും ഉണ്ടാകും. ഭക്തരുടെ രക്ഷകനാണ് ഭഗവാൻ. കാരണം എല്ലാവരും ദുഃഖിതരാണല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ദ്വാപരം മുതൽ നിങ്ങൾ ഗുരുക്കന്മാരെ സ്വീകരിച്ചു വന്നു, ഭക്തിമാർഗത്തിൽ ഇറങ്ങി വരികയായിരുന്നു. ഇപ്പോൾ വരെയും സന്യാസിമാർ സാധന ചെയ്യുന്നു. ബാബ പറയുന്നു, അവരെയും ഞാൻ ഉദ്ധരിക്കുന്നു. സംഗമത്തിൽ നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകുന്നു. പിന്നെ നിങ്ങൾ 84 ജന്മങ്ങൾ എടുക്കുന്നു. ബാബയെ പറയുന്നത് ജ്ഞാനത്തിൻ്റെ സാഗരം, മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപം, സച്ചിത് ആനന്ദ സ്വരൂപം എന്നാണ്. ആ ഒന്ന് ഒരിക്കലും വിനാശമാകുന്നില്ല. ആ ഒന്നിൽ ജ്ഞാനമുണ്ട്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സ്നേഹത്തിൻ്റെ സാഗരമാണ്. തീർച്ചയായും ആ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശിവബാബയാണല്ലോ. അതും ബാബയാണ്, ഇതും നിങ്ങളുടെ പിതാവാണ്. പിന്നെ ശിവ് ബാബ ബ്രഹ്മാവിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നു. അതിനാൽ പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ എന്ന് പറയുന്നു. എത്ര അനേകം BKs ഉണ്ട്. നമുക്ക് മുത്തച്ഛനിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു എന്ന് പറയുന്നു. കുട്ടികൾ പറയുന്നു, ബാബ നമ്മളെ നരകവാസിയിൽ നിന്നും സ്വർഗവാസിയാക്കുന്നു. പറയുന്നു, ഹേ കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ശിരസിൽ ഏതൊരു പാപങ്ങളുടെ ഭാരമുണ്ടോ അത് ഭസ്മമാകും. പിന്നെ നിങ്ങൾ സദോ പ്രധാനമായി മാറും. നിങ്ങൾ സത്യമായ സ്വർണവും സത്യമായ ആഭരണവുമായിരുന്നു. ആത്മാവും ശരീരവും രണ്ടും സദോ പ്രധാനമായിരുന്നു. ആത്മാവ് പിന്നെ സദോ രജോ തമോ ആകുന്നു. അപ്പോൾ ശരീരവും ഇങ്ങനെ തമോ ഗുണിയായത് ലഭിക്കുന്നു. ബാബ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു, കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ. ഹേ പതീത പാവന വരൂ എന്ന് എന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗം പ്രശസ്തമാണ്. അത് ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് യോഗം വയ്ക്കൂ, എങ്കിൽ ഇതിലൂടെ നിങ്ങളുടെ മാലിന്യം കത്തിപ്പോകും. എത്ര ഓർമ്മിക്കുമോ അത്ര മാലിന്യം മാറിക്കൊണ്ടിരിക്കും. ഓർമ്മ തന്നെയാണ് മുഖ്യമായ കാര്യം. നോളജ് ബാബ നൽകിയിരിക്കുകയാണ്. സത്യയുഗത്തിൽ യഥാ രാജ റാണി തഥാ പ്രജ, എല്ലാവരും പവിത്രമായിരുന്നു. ഇപ്പോൾ എല്ലാവരും പതീതമാണ്. ബാബ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഇദ്ദേഹത്തെ പറയുന്നത് ഭാഗ്യശാലി രഥം എന്നാണ്. ഇദ്ദേഹം പഠിച്ച് പിന്നെ ആദ്യ നമ്പറിലേക്ക് പോകുന്നു. നമ്പർ വാർ ആണല്ലോ ആകുന്നത്. മുഖ്യമായും ഒരു നാമമാണുള്ളത്. ബാബ കുട്ടികൾക്ക് 84 ജന്മങ്ങളുടെ രഹസ്യം നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു. നിങ്ങൾ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലേതാണ്, ഹിന്ദു ധർമ്മത്തിലേതല്ല. നിങ്ങൾ കർമ്മശ്രേഷ്ഠരും ധർമ്മശ്രേഷ്ഠരുമായിരുന്നു. പിന്നെ രാവണൻ പ്രവേശിക്കുന്നതിലൂടെ ധർമ്മവും കർമ്മവും ഭ്രഷ്ടമായിരിക്കുന്നു. സ്വയം ദേവി ദേവത എന്ന് വിളിക്കപ്പെടുന്നതിൽ ലജ്ജ തോന്നുന്നു. അതിനാൽ ഹിന്ദു എന്ന നാമം വച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലേതായിരുന്നു. നിങ്ങൾ 84 ജന്മങ്ങളെടുത്തു, പിന്നെ പതീതമായി. 84ന്റെ ചക്രം ഭാരതവാസികളെക്കുറിച്ചാണ്. തിരികെ സർവർക്കും പോകേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾ പോകും. ഘോഷയാത്ര പോകുന്നില്ലേ, അതുപോലെ. ശിവബാബയെ പ്രിയതമൻ എന്നും പറയുന്നു. നിങ്ങൾ പ്രിയതമകൾ ഈ സമയം മോശവും തമോ പ്രധാനവുമാണ്. അവരെ പുഷ്പമാക്കി മാറ്റി കൊണ്ടുപോകുന്നു. ആത്മാക്കളെ പാവനമാക്കി മാറ്റി കൊണ്ടുപോകും. ഈ ഒന്നിനെ ലിബറേറ്റർ, ഗൈഡ് എന്ന് പറയുന്നു. പരിധിയില്ലാത്ത പിതാവ് കൊണ്ടുപോകുന്നു. ആ ഒന്നിൻ്റെ നാമം എന്താണ്? ശിവബാബ.
നാമം ശരീരത്തിലാണ് ഉണ്ടാകുന്നത്, എന്നാൽ പരമാത്മാവിൻ്റെ നാമം ശിവൻ എന്ന് തന്നെയാണ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കരന് സൂക്ഷ്മ ശരീരമുണ്ട്. ശിവബാബയ്ക്ക് ഒരു ശരീരവുമില്ല. ആ ഒന്നിനെ ശിവബാബ എന്ന് തന്നെയാണ് പറയുന്നത്. കുട്ടികൾ പറയുന്നു, ഹേ മാർപിത, നമ്മൾ അങ്ങയുടെ ബാലകർ ആയിരിക്കുന്നു. മറ്റുള്ളവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു, കാരണം അവർക്കറിയില്ല. അഥവാ എല്ലാവരും അറിയുകയാണെങ്കിൽ എന്തുണ്ടാകും എന്നറിയില്ല. ദൈവിക വൃക്ഷത്തിൻ്റെ തൈ ഇപ്പോൾ നടുകയാണ്. വജ്രത്തിൽ നിന്നും കവടിയാകുന്നതിന് 84 ജന്മങ്ങൾ എടുക്കുന്നു. വീണ്ടും പുതിയതായി ആരംഭിക്കും. വേൾഡിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി റിപ്പീറ്റ് ആകും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തു. 84 ലക്ഷം ഉണ്ടാവുക സാധ്യമല്ല. ഇത് വലിയ തെറ്റാണ്. 84 ലക്ഷം ജന്മം എന്ന് മനസ്സിലാക്കുന്നത് കാരണം കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷം എന്ന് പറഞ്ഞിരിക്കുന്നു. ഭാരതം ഇപ്പോൾ അസത്യഖണ്ഡമാണ്. സത്യഖണ്ഡത്തിൽ നിങ്ങൾ സദാ സുഖമുള്ളവരായിരുന്നു. ഈ സമയം നിങ്ങൾ 21 ജന്മത്തേക്കുള്ള സമ്പത്ത് നേടുന്നു. മുഴുവനും നിങ്ങളുടെ പുരുഷാർത്ഥത്തിന്മേലാണ്. രാജധാനിയിൽ എന്ത് വേണമോ ആ പദവി നേടും. ഇതിന് ഇന്ദ്രജാലത്തിൻ്റെയോ മറ്റോ ഒരു കാര്യവുമില്ല. പിന്നെ മനുഷ്യനിൽ നിന്നും തീർച്ചയായും ദേവതയാകുന്നു. ഇത് നല്ല ഇന്ദ്രജാലമാണല്ലോ. നിങ്ങൾ സെക്കൻഡിൽ അറിയുന്നു, നമ്മൾ ബാബയുടെ കുട്ടികളായിരിക്കുന്നു. കൽപ്പകൽപ്പങ്ങളിൽ ബാബ നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. പകുതി കൽപ്പം അലഞ്ഞുകൊണ്ടിരുന്നു. സ്വർഗവാസി ആരും തന്നെ ആയില്ല. ബാബ വന്ന് കുട്ടികളായി നിങ്ങളെ യോഗ്യരാക്കി മാറ്റുന്നു. തീർച്ചയായും ഇവിടെ മഹാഭാരത യുദ്ധം നടന്നിരുന്നു. രാജയോഗം പഠിപ്പിച്ചിരുന്നു. ശിവ് ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് വന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ലാതെ ക്രൈസ്റ്റ് അല്ല. ഇപ്പോൾ നിങ്ങളുടെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. കുഴങ്ങി പോകാതിരിക്കൂ. നിങ്ങൾ ഭാരതവാസികളാണ്. നിങ്ങളുടെ ധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. മറ്റ് ധർമ്മത്തിലുള്ളവർ വൈകുണ്ഠത്തിൽ വരിക സാധ്യമല്ല. ഇതും ഡ്രാമയിൽ അനാദിയായി നടന്നു വരുന്നു. എപ്പോൾ ഉണ്ടായി ഇത് പറയുക സാധ്യമല്ല. ഇതിന് അന്തിമമില്ല. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു. ഇതാണ് സംഗമയുഗം, ചെറിയ യുഗം. ബ്രാഹ്മണരുടെ കുടുമിയാണ്. ബാബ ബ്രാഹ്മണരായ നിങ്ങളെ ദേവതയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ബ്രഹ്മാവിൻ്റെ കുട്ടികളാകേണ്ടി വരും. നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുന്നത് മുത്തച്ഛനിൽ നിന്നാണ്. സ്വയം BK ആണ് എന്ന് മനസ്സിലാക്കാത്തതുവരെയും സമ്പത്ത് എങ്ങനെ ലഭിക്കും? എങ്കിലും ആരെങ്കിലും കുറച്ചൊക്കെ ജ്ഞാനം കേൾക്കുന്നു എങ്കിൽ സാധാരണ പ്രജാപദവിയിൽ വരും. തീർച്ചയായും വരേണ്ടതുണ്ട്. ശിവബാബ ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണൻ, ദേവത, ക്ഷത്രിയ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ഗീതയല്ലാതെ മറ്റൊന്നും ശാസ്ത്രമല്ല. ഗീത തന്നെയാണ് സർവോത്തമ ദേവതാ ധർമ്മത്തിൻ്റെ ശാസ്ത്രം. അതിലൂടെ 3 ധർമ്മങ്ങൾ സ്ഥാപിതമാകുന്നു. ബ്രാഹ്മണരും ഇവിടെയാണ് ആകേണ്ടത്. ദേവതയും ഇവിടെ തന്നെയാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഓരോരുത്തരുടെയും നിശ്ചിത പാർട്ട് അറിഞ്ഞ് സദാ നിശ്ചിന്തമായി ഇരിക്കണം. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് നടന്നുകൊണ്ടിരിക്കുന്നു. ഡ്രാമയിൽ ഇളകാത്തവർ ആയിരിക്കണം. ഈ ചെറിയ സംഗമയുഗത്തിൽ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടണം. ഓർമ്മയുടെ ബലത്തിലൂടെ മാലിന്യം മാറ്റി സ്വയം തന്നെ കവടിയിൽ നിന്നും വജ്രതുല്യമാക്കണം. മധുരമായ വൃക്ഷത്തിൻ്റെ തൈയിലേക്ക് പോകുന്നതിനായി യോഗ്യരാകണം. വരദാനം: ഒരു ബാബയുടെ ഓർമ്മയിൽ സദാ മഗ്നമായി ഇരുന്ന്
ഏകരസ അവസ്ഥ ഉണ്ടാക്കുന്ന സാക്ഷി ദൃഷ്ടാവായി ഭവിക്കട്ടെ. ഇപ്പോൾ എന്താണോ സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ഇല്ലാതിരുന്നത്, അങ്ങനെയുള്ള പരീക്ഷ വരാനിരിക്കുന്നു. എന്നാൽ താങ്കളുടെ പ്രാക്ടീസ് അങ്ങനെയുള്ളതായിരിക്കണം. അതായത് പരിധിയുള്ള ഡ്രാമയെ സാക്ഷിയായി കാണുന്നത് പോലെ. പിന്നെ വേദനാജനകം ആയിരുന്നാലും തമാശയുടേതായിരുന്നാലും വ്യത്യാസം ഉണ്ടാവുകയില്ല. ഇതേപോലെ ആരുടേതെങ്കിലും രമണീയ പാർട്ടായിരുന്നാലും സ്നേഹി ആത്മാവിന്റെ ഗൗരവമുള്ള പാർട്ട് ആയിരുന്നാലും ഓരോ പാർട്ടിനെയും സാക്ഷി ദൃഷ്ടാവായി നോക്കൂ. ഏകരസ അവസ്ഥ ഉണ്ടാകണം. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥ നിലനിൽക്കുന്നത് സദാ ഒരു ബാബയുടെ ഓർമ്മയിൽ മഗ്നമായി ഇരിക്കുമ്പോഴാണ്. സ്ലോഗൻ: ദൃഢനിശ്ചയത്തിലൂടെ തന്റെ ഭാഗ്യത്തെ നിശ്ചിതമാക്കൂ. അപ്പോൾ സദാ നിശ്ചിന്തം ആയിരിക്കും. അവ്യക്ത സൂചന: നിശ്ചയത്തിന്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവുമായിരിക്കൂ. കർമ്മം ചെയ്യുന്നതിനു മുമ്പേ ഈ നിശ്ചയം വയ്ക്കൂ: നമ്മുടെ വിജയം ഉണ്ടായിക്കഴിഞ്ഞു. അനേകം കൽപ്പങ്ങളിൽ വിജയി ആയിട്ടുണ്ട്. അനേകം കൽപ്പങ്ങളിൽ അനേകം തവണ വിജയി ആയി വിജയമാലയിൽ കോർക്കപ്പെടുന്നവരും പൂജിക്കപ്പെടുന്നവരും ആയിട്ടുണ്ട് എന്നിരിക്കെ ഇപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഉണ്ടാക്കപ്പെട്ട കർമ്മം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതിനാലാണ് മുൻകൂട്ടി ഉണ്ടാക്കപ്പെട്ടത് എന്ന് പറയുന്നത്. ഉണ്ടാക്കപ്പെട്ടതാണ്, എന്നാൽ ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മുൻകൂട്ടി ഉണ്ടാക്കപ്പെട്ടത് എന്ന് ഏതൊരു ചൊല്ലാണ് ഉള്ളത്, അതിനെ പൂർത്തീകരിക്കണം. ഓം ശാന്തി. ഞാൻ ശക്തിശാലി ആത്മാവാണ്. I am a powerful being. എന്ത് ചിന്തിക്കുന്നുവോ അത് എനിക്ക് ചെയ്യുവാൻ കഴിയും. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും സത്യമാണ്, ശാന്തമാണ്, സ്ഥിരമാണ്. ഞാൻ പവിത്ര ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും ഓരോ വാക്കും വരദാനിയാണ്. എൻ്റെ ശരീരം നിരോഗിയാണ്. എൻ്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യമുള്ളതാണ്. അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പവിത്രതയും ശാന്തിയും ശക്തിയും എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും എത്തിച്ചേരുന്നു. എൻ്റെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും ഉന്നതമാണ്, ഉയർന്നതാണ്. ഞാൻ സുരക്ഷിതമാണ്. എൻ്റെ ബന്ധങ്ങൾ വളരെ പ്രിയതരമാണ്. നാം ഏവരും പരസ്പരം അംഗീകരിക്കുന്നു. നാം ഏവരും ഒന്നാണ്. എൻ്റെ സഫലത സുനിശ്ചിതമാണ്. എനിക്ക് ചുറ്റും പരമാത്മാവിൻ്റെ ശക്തികളുടെ ഒരു ഊർജത്തിൻ്റെ വലയമുണ്ട്. വൈറ്റ്
ഗോൾഡൻ ലൈറ്റിൻ്റെ ഒരു വലയം. പരമാത്മാ ശക്തികൾ എൻ്റെ സുരക്ഷാ കവചമാണ്. ഈ ഊർജ വലയത്തിൻ്റെ ഉള്ളിൽ യാതൊന്നിനും പ്രവേശിക്കുവാൻ കഴിയില്ല. ഞാൻ ഈശ്വരൻ്റെ സ്നേഹത്താലും ശക്തികളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പരമാത്മാ ശക്തിയുടെ ഊർജവലയം എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ചുറ്റുമുണ്ട്. എൻ്റെ കുടുംബവും സുരക്ഷിതമാണ്. പരമാത്മാവിൻ്റെ ശക്തികൾ ഈ സൃഷ്ടിയിലെ ഓരോരുത്തരിലും എത്തിച്ചേരുന്നു. God's power is reaching every soul on this planet. ഓരോ ആത്മാവും ശക്തിശാലിയാണ്, നിർഭയമാണ്, സുരക്ഷിതമാണ്. ഈ മുഴുവൻ സൃഷ്ടിയുടെയും നാനാഭാഗത്തും പരമാത്മാ ശക്തിയുടെ പവിത്രതയുടെ വലയമുണ്ട്. ഈ ലോകം ഭദ്രമാണ്, സുരക്ഷിതമാണ്. ഏതൊരു കാര്യം വന്നു ചേർന്നുവോ ആ കാര്യം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു. അത് സമാപ്തമായി. ഫിനിഷ്ഡ് ഫോർ എവർ, എന്നേക്കുമായി ഇല്ലാതായി കഴിഞ്ഞു. നമ്മുടെ ലോകം പരമാത്മാവിൻ്റെ ശക്തികളാൽ ഭദ്രമാക്കപ്പെട്ട് കഴിഞ്ഞു, സുരക്ഷിതമാക്കപ്പെട്ട് കഴിഞ്ഞു. ഓം ശാന്തി.